എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പും മെയിൻ വാൽവ് ഇത് ഓൺ പൊസിഷനിലാണ്. ഇതിനെ ഓഫ് പൊസിഷനിലേക്ക് മാറ്റണം. ഇതിലെ പ്രധാന ഫങ്ഷൻ ഒന്ന് നോക്കുക. ലെഫ്റ്റിൽ ആദ്യം കാണുന്നത് ബൈപാസ്ഡ് ഡ്രെയിൻ ഫിൽട്ടർ. എപ്പോഴും ഫങ്ഷണൽ ലെവലിൽ ഈ ഫിൽട്ടർ മോഡൽ വേണം ഇത് കിടക്കാൻ. അപ്പം നമ്മൾ വീട്ടിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിൽട്ടർ മോഡൽ വേണം കിടക്കാൻ. അടുത്തത് റിൻസ്. പിന്നെയുള്ളത് ടോപ്പ് മൗണ്ടഡ് ഫ്രണ്ട് ഫേസിങ്. ഈ ടോപ്പ് മൗണ്ടഡ് ഫ്രണ്ട് ഫേസിങ്ങും ഓപ്പോസിറ്റുള്ള ബൈപാസ്ഡ് ഡ്രെയിനും തൽക്കാലം നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതല്ല. പിന്നെ ഇതിന് താഴെ ബാക്ക് വാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ബാക്ക് വാഷ് മോഡും ഈ റിൻസ് മോഡുമാണ്. ആദ്യം അത് ഇതിന് രണ്ടിനെയും ഫങ്ഷൻ അടുത്ത വീഡിയോയിൽ പറയാം. നമുക്ക് ആദ്യം എപ്പോഴും ആവശ്യമുള്ളത് ഫിൽറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ വേണ്ടുന്ന റിൻസും ബാക്ക് വാഷ് മോഡും. ഫിൽറ്ററിൽ നിന്ന് മാറ്റി എപ്പോഴും നോബ് ഇതിൻ്റെ നോച്ചിനകത്താണ് കിടക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യണം. എന്നിട്ട് ക്ലോക്ക് വൈസിൽ മാത്രം റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ബാക്ക് വാഷിലിട്ടിടുക. ബാക്ക് വാഷിലിട്ടതിന് ശേഷം നമ്മൾ വാൽവ് ഓപ്പൺ ചെയ്യുക. ട്രെയിൻ വഴി വെള്ളം പോകുന്നതാണ്. അത് റിവേഴ്സ് മോഡിലാണ് ഇപ്പം വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കുറച്ച് നേരം ഇട്ട് ഇപ്പം ഒരുപാട് അഴുക്ക് വെള്ളമില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ ഇപ്പോൾ കളർ മാറും. ഇതൊരു 4-5 പ്രാവശ്യം റെഗുലറായിട്ട് ചെയ്യണം. ഇതുകൊണ്ട് ഇപ്പോൾ ചെളി വെള്ളമാണ് വരുന്നത്. ഇതൊരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ റിൻസ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യണം. റിൻസ് മോഡിലോട്ട് ചേഞ്ച് ചെയ്യുക. ആദ്യം വാൽവ് ക്ലോസ് ചെയ്യുന്നു. ഇത് ക്ലോക്ക് വൈസിൽ തന്നെ കറക്കി റിൻസ് മോഡിൽ ആ നോച്ച് കറക്റ്റ് അതിനകത്ത് വീഴുന്ന വിധത്തിൽ വേണം ഇടാൻ. ഇതിൽ നമ്മളൊരു 10 സെക്കൻഡ് വാൽവ് തുറക്കുന്നു. ഈ മോഡിൽ വീണ്ടും ഇതൊരു 10 സെക്കൻഡ് മതിയായിരിക്കും. ഇത് ക്ലിയറാണ്. ഇപ്പോൾ 4 ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇത്ര ചെയ്യുന്നുള്ളൂ. ഒരു റൗണ്ടിട്ട് വേണം ചെയ്യാം. മോനെ എന്നിട്ട് വീണ്ടും വാൽവ് ക്ലോസ് ചെയ്യുന്നു. ഒരു തവണ കൂടെ ബാക്ക് വാഷിലേക്ക് ഇടുന്നു. ലിഫ്റ്റ് ക്ലോക്ക് വൈസ് ബാക്ക് വാഷ്. വാൽവ് വീണ്ടും ഓൺ ചെയ്യുന്നു. അടുത്ത് വെക്കല്ലേ മോനെ. ഇപ്പം 4 ദിവസം ആയതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഏകദേശം നല്ല ക്ലിയറാണ്. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ചെളിയോടെ കാണുന്നുണ്ട്. ആദ്യം ഇനി നേരെ വാൽവ് ക്ലോസ് ചെയ്യുന്നു. ബാക്ക് വാഷിനെ ലിഫ്റ്റ് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ റിൻസ് അഗെയിൻ. മാറിക്കാ പിന്നെ വീണ്ടും ഓൺ ചെയ്യുന്നു. ഇതൊരു റിൻസിൽ ഏകദേശം 10 സെക്കൻഡ് മതിയാവും. ഇനി ഇത് വീണ്ടും വാൽവ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഫിൽട്ടർ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇത് നോർമലി ഒരാഴ്ചകളൊക്കെ ആണെങ്കിൽ ഈ പ്രൊസീജിയർ ഒരു 5 ടൈംസ് ചെയ്യണം. അതായത് ബാക്ക് വാഷ് 5 ടൈംസ്, അതിനോടൊപ്പം തന്നെ റിൻസ് 5 ടൈംസ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ക്ലോക്ക് വൈസ് തന്നെ ഫിൽട്ടർ മോഡിലേക്ക് ഇടുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക്
വാൽവ് നമുക്ക് ഓൺ ചെയ്യാം. ഫ്രഷ് വാട്ടർ. ഇതിൽ നമ്മൾ മേളിലെ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പം മേളിൽ ടാങ്കിനകത്തു നിന്നുള്ള വെള്ളം അതുവഴി തന്നെ വന്നിട്ട് ഈ പൈപ്പ് വഴി താഴോട്ട് പോകാൻ ആണ് ഈ മോഡ്. ലിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ ഔട്ട്ലെറ്റ് വേണം. ടാങ്കിൽ നിന്നുള്ള നോർമൽ ഡ്രെയിൻ ഔട്ട് വഴി ആ പൈപ്പിലുള്ള അഴുക്കുള്ള മൊത്തം ഇതിൽ തന്നെ പൊക്കോളും. അതിനാണ് ഈ മോഡ്. ടോപ്പ് മൗണ്ടഡ് ഫ്രണ്ട് ഫേസിംഗ് എന്ന് പറയുന്ന മോഡ്. നമ്മുടെ ഈ ഫിൽറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതെന്തെങ്കിലും ജാമായി പോവുമോ, ചെളി കയറി കടഞ്ഞ വെള്ളം കറക്റ്റായിട്ട്